അല്ല, അതിന് സമയമുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇന്നലെ തന്നെ വ്യക്തമാക്കി, റിവ്യൂ ഹർജി കേൾക്കുന്ന ഘട്ടത്തിൽ തന്നെ വിശാലമായ ഭരണഘടനാ ബെഞ്ച് കേൾക്കണമെന്ന് തീരുമാനിച്ചു. റിവ്യൂവിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ ഭരണഘടനാപരമായി തന്നെ വ്യാഖ്യാനിക്കേണ്ട 7 പ്രശ്നങ്ങൾ അന്ന് സുപ്രീം കോടതി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം ആ ഭാഗത്തായിരിക്കും വാദമുഖങ്ങൾ വരിക. വിശ്വാസത്തിന്റെ മൗലികാവകാശവും തുല്യതയുടെ മൗലികാവകാശവും എങ്ങനെ വ്യാഖ്യാനിക്കാം, അതേപോലെ തന്നെ 25ഉം 26ഉം തമ്മിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ആണ് പ്രധാനം. പിന്നെ PLIകൾക്ക് ഇപ്പൊ പൊതു താല്പര്യ ഹർജികൾക്ക് ഇത്തരം കാര്യങ്ങൾ പ്രസക്തിയുണ്ടോ, ഇതിന് ജൂറിസ്ഡിക്ഷൻ ഏതിനാണ്, ഇങ്ങനെ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. പെട്ടെന്ന് ഇന്നലെ ചോദിച്ചപ്പോഴും നിങ്ങളെല്ലാവരും മറന്നുപോയെന്നേ ഉള്ളൂ. അല്ലാതെ ഇന്ന് നേരെ ഇതിനകത്ത് യെസ് ഓർ നോ, ഇതിൽ ഗവൺമെന്റ് അഭിപ്രായം എന്നല്ല വരാൻ പോണത്. അപ്പൊ അത് വളരെ സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ് കോടതി പരിശോധിക്കാൻ പോകുന്നത്. അപ്പൊ അത് നല്ല അവധാനതയോടുകൂടി തന്നെ പരിശോധിച്ച് ചർച്ച ചെയ്ത് ഒരു നിലപാട് രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതെങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത്, ആരൊക്കെ ചർച്ച ചെയ്യണം, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഗവൺമെന്റ് ആലോചിച്ച് തീരുമാനിക്കും. സമയമുണ്ടല്ലോ. ആ ഭാഗമാണ് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭരണഘടനയുടെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും 7 ഭാഗങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ഭാഗം എടുത്തപ്പോൾ അവര് തന്നെയാണ് ഇതിന്റെ റെഫർ ചെയ്യാൻ തീരുമാനം. ദ ഫോളോയിങ് ഇഷ്യൂസ് വെർ ഫ്രെയിംഡ് ഫോർ കൺസിഡറേഷൻ ടു ബി ഡിസൈഡ് ബൈ ലാർജർ ബെഞ്ച്. ഒന്ന്, റിഗാർഡിംഗ് ദ ഇന്റർപ്ലേ ബിറ്റ്വീൻ ദ ഫ്രീഡം ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 25 പറയുന്ന ഫ്രീഡം, 25-26 പറയുന്ന ഫ്രീഡം ഓഫ് മത വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യവും അതർ പ്രൊവിഷൻസ് ഇൻ പാർട്ട് 3, പർട്ടിക്കുലർ ആർട്ടിക്കിൾ 14, മറ്റ് മൗലികാവകാശങ്ങൾ പ്രത്യേകിച്ച് 14-ാം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറയും തമ്മിൽ എങ്ങനെ നിൽക്കുന്നു, ഇതിവിടെ അപ്ലിക്കബിൾ ആണോ. വാട്ട് ഇസ് ദ സ്വീപ്പ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് ഒക്കറിംഗ് ഇൻ ആർട്ടിക്കിൾ 25(1) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 25(1) പറയുന്ന പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്, ഇത് വേണ്ടത് സ്പെസിഫിക്കായി ഡിഫൈൻ ചെയ്യാത്ത ഭാഗങ്ങളാണ്. അത് എങ്ങനെയായിരിക്കും. ദ എക്സ്പ്രഷൻ ഓഫ് മൊറാലിറ്റി, ഈ വിധി വന്നപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി, ഭരണഘടനാ ധാർമ്മികത നമ്മൾ ചർച്ച ചെയ്യാൻ പോയത്. പക്ഷെ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The extent to which the court can inquire into the issues of a particular practice is an integral part of the religion or religious practice of a particular religious denomination, or should that be left exclusively to be determined by the head of the sections of the religious group. കോടതിക്ക് ഈ വിശ്വാസവും ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്ര ഇടപെടാൻ കഴിയും. അതേപോലെ തന്നെ അതല്ല ഒരു കോടതിയുടെ ഇടപെടലല്ല, ആ മതവിഭാഗത്തിന്റെ തലവന്മാർക്കാണോ അതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ളത്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ എക്സ്പ്രഷൻ സെക്ഷൻസ് ഓഫ് ഹിന്ദുസ്, അതാണ് ആ വിധിയിൽ ആദ്യം ഭാഗം പറയുന്നത്. 25(2)(b) അതിന്റെ അർത്ഥം എന്താണ്. Whether the essential religious practices of a religious denomination or even a section thereof are afforded constitutional protection under Article 26. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 പറയുന്ന എസെൻഷ്യൽ അനിവാര്യ ഒരു മതവിഭാഗത്തെ കോൺസ്റ്റിറ്റ്യൂട്ട്, വിശ്വാസ സമൂഹത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനുള്ള അനിവാര്യമായിട്ടുള്ള ആചാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഭരണഘടന വ്യക്തമാക്കുന്നത്. വാട്ട് വുഡ് ബി ദ പെർമിസിബിൾ എക്സ്റ്റെന്റ് ഓഫ് ജുഡീഷ്യൽ റെക്കഗ്നേഷൻ ടു PLIs. ഈ കോടതിക്ക് എത്രമാത്രം ഇത്തരം PLIയിൽ ഇടപെടാം. ഇൻ മാറ്റേഴ്സ് കോളിംഗ് ഇൻ ടു ക്വസ്റ്റ്യൻ religious practices of a denomination or a section thereof at the instance of a person who do not belong to such religious denomination. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെയുള്ള ആളുകളുടെ അല്ലാത്ത പൊതു താല്പര്യ ഹർജികളിൽ കോടതിക്ക് എങ്ങനെ ഇടപെടാം. ഇതാണ് 7 ചോദ്യങ്ങൾ അന്ന്. ദ റിവ്യൂ പെറ്റീഷൻ വെർ അഡ്ജേൺഡ് ടിൽ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ബൈ ലാർജർ ബെഞ്ച്. അപ്പോൾ റിവ്യൂ പെറ്റീഷൻ തന്നെ എത്തണമെങ്കിൽ ഈ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള നിലപാട് വാദങ്ങൾ കേട്ട് സുപ്രീം കോടതി വ്യക്തമാക്കേണ്ടതുണ്ട്. അല്ല, അത് ഒരു ചോദ്യത്തിൽ ഞാൻ വായിച്ചതിൽ ഏതാ അത് പറഞ്ഞ. നിങ്ങളെ ഞങ്ങളുടെ അന്നത്തെ അഫിഡാവിറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്, 4ാമത്തെ പാരഗ്രാഫ്. അല്ല, അത് അജിത പറഞ്ഞതിനും പറഞ്ഞേ. അല്ല, ഞാൻ പറഞ്ഞ അന്നത്തെ ഞങ്ങളുടെ
ഞങ്ങളുടെ അഫിഡാവിറ്റ് അന്ന് പഴയ അഫിഡാവിറ്റിൽ തന്നെ 4ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഏതാ കോടതിയല്ല, ഇതൊരു ആചാരവും ദീർഘകാലമായി തുടർന്നു വരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഹിന്ദു മത ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും കറപ്റ്റ് അല്ലാത്ത സാമൂഹ്യ പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷനെ കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടതെന്നാണ് അന്ന് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ കോടതി അതല്ലോ എടുത്തത്. അങ്ങനെ കമ്മീഷനെ സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലല്ലോ. അല്ല അത് ആ ചോദ്യത്തിനോട് ഉത്തരമാണല്ലോ ഞാൻ പറഞ്ഞത്. നാം കാണേണ്ടത് യുവതീ പ്രവേശനത്തിനൊപ്പം അല്ല, സുപ്രീം കോടതിയുടെ വിധി വന്നു, സ്വാഭാവികമായിട്ടും ബൈൻഡിങ് ആണ്. അതിന് സുപ്രീം കോടതി തന്നെ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ആ റിവ്യൂ ചെയ്യുമ്പോൾ ഇപ്പൊ സ്റ്റേ ഇല്ല. ആദ്യത്തെ വിധി സ്റ്റേ ചെയ്തിട്ടുള്ള റിവ്യൂ ഈ ചോദ്യങ്ങൾ അപ്പോഴിപ്പോൾ വേണമെങ്കിൽ ആ വിധി ഓർഡർ ആണെന്ന് പറയാമല്ലോ. പക്ഷെ അങ്ങനെ, കാരണം സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി റിവ്യൂ ചെയ്യാണ്. ആ റിവ്യൂ ചെയ്യുമ്പോൾ അവർ തന്നെ പറഞ്ഞു ആദ്യം ഈ 7 അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇതിലേക്ക് വരുള്ളൂ. അപ്പൊ നമ്മളോട് ഈ 7 പ്രശ്നങ്ങളിൽ കോടതി എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ കുറെ കൂടി സങ്കീർണമാണല്ലോ. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമല്ലല്ലോ, 1 മിനിറ്റ് കൊണ്ട് പരിഹാരം കാണാവുന്ന ഒരു സംഗതി അല്ലല്ലോ ഇത്. ഇതൊരു സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ്. സുപ്രീം കോടതി തന്നെ 9 അംഗ ബെഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ അസാധാരണമായിട്ടല്ലേ 9 അംഗ ബെഞ്ച് വരിക. ഭരണഘടനാപര പ്രശ്നങ്ങളിലെ പരിശോധിക്കുക. നമ്മളിപ്പോ അതിനകത്ത് എല്ലാ വശവും നോക്കും. ഞാൻ പറഞ്ഞു ഞങ്ങൾ തന്നെ നേരത്തെ കൊടുത്ത സ്റ്റാൻഡ് അംഗീകരിച്ചിരുന്നില്ല. ഞങ്ങൾ എടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു? നിങ്ങളത് പറയാത്തോണ്ടാണ്. അല്ല, അത് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ്. ഇപ്പൊ ഏഷ്യാനെറ്റ് ഇന്ന് സംപ്രേഷണം ചെയ്യണ്ട എന്ന് സുപ്രീം കോടതി വിധിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ ഒരു സ്റ്റാൻഡ് നേരത്തെ എടുത്തെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ല, അതിലിപ്പോ റിവ്യൂ ചെയ്യുന്ന കോടതി. അല്ല, വിധി എങ്ങനെ വന്നു? സർക്കാർ പിന്തുണച്ചുകൊണ്ടാണ് വിധി വന്നത്. ആ അഫിഡാവിറ്റിൽ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ല അല്ല, ഇപ്പൊ സുപ്രീം കോടതിയിൽ നമ്മുടെ ഒരു വക്കീലിനല്ലേ ചുമതലപ്പെടുത്തിയേക്കണേ. ഇപ്പൊ സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ അത് ശരിയാണോ തെറ്റാണോ നമ്മളിപ്പോ പറയേണ്ട കാര്യം എന്താ? അല്ല, ഇപ്പൊ സുപ്രീം കോടതി റിവ്യൂ അല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ വിധിയിൽ. അല്ല, അങ്ങനെ കോടതി ഞങ്ങളോട് പറയാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാണേണ്ടത് ഈ ഞാൻ പറയട്ടെ, സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത അഫിഡാവിറ്റിൽ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഇത് ദീർഘകാലമായി നിലനിൽക്കുന്ന ആചാരത്തിന്റെ ഭാഗമായതുകൊണ്ട് ഹിന്ദുസത്തിൽ നല്ല ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അൺകറപ്റ്റഡ് ആയിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷൻ നിയോഗിച്ച് ഇത്തരം കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. സുപ്രീം കോടതിയുടെ നിലപാടതല്ല. സുപ്രീം കോടതി അമിക്കസ് ക്യൂറിമാരെ വെച്ചു, അവർ വിധിയിലേക്ക് എത്തി. ഞാൻ മുഴുപ്പിക്കട്ടെ. ആ വിധി വന്നു. ആ വിധി വീണ്ടും സുപ്രീം കോടതിയുടെ തന്നെ ബെഞ്ച് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ നമ്മുടെ മുൻപിൽ ഇപ്പൊ എന്താ? പുനഃപരിശോധനയാണ്. പുനഃപരിശോധനയ്ക്ക് മുമ്പ് സുപ്രീം കോടതി എന്ത് പറഞ്ഞു? 7 കാര്യങ്ങൾ തീരുമാനിക്കണം. അത് തീരുമാനിച്ചാലേ മറ്റേക്ക് വരുള്ളൂ. അത് 7 കാര്യങ്ങൾ അറിയിക്കല്ലോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒബ്ജക്ട് 7. ഇപ്പൊ ഇതില് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ല ഞാൻ ചോദിക്കുക, ഈ ആർട്ടിക്കിൾ 25, 26 കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിന് ഇന്റർപ്ലേ എങ്ങനെ ആയിരിക്കണം? നമ്മൾ നേരെ സ്വിച്ച് എന്ന് പറയാൻ പറ്റുമോ? ഇതിന്റെ എല്ലാ വ്യാഖ്യാനങ്ങളും നന്നായി ചർച്ച ചെയ്യേണ്ടി വരും. ഭരണഘടനാ വിദഗ്ധരായിട്ട് എല്ലാ വിഭാഗവുമായിട്ടൊക്കെ ആലോചിക്കേണ്ടി വരും. വാട്ട് ഈസ് സ്വീപ്പ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് പബ്ലിക് ഓർഡർ മൊറാലിറ്റി? ഇത് ഒരു പത്രസമ്മേളനത്തിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമല്ലല്ലോ ഇത്. ടെക്നിക്കൽ സുപ്രീം കോടതിയുടെ
അല്ല, ഞാൻ വ്യക്തമാക്കിയത് എന്താ, സർക്കാർ നേരത്തെ തന്നെ എന്താ പറഞ്ഞിരുന്നത്, ഈ വിഭാഗത്തിൽ നല്ല ആഴത്തിലുള്ള പണ്ഡിതന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഇവരുമായി ഇതല്ലേ ഞങ്ങളുടെ പൊസിഷൻ നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പൊ പിന്നെ ആ കോടതി വിധി വന്നതിന് ശേഷം ഞങ്ങളുടെ പഴയ പൊസിഷനാണോ? ഏത് തീരുമാനമാകുമായിരുന്നു? അല്ല അല്ല ഓരോന്നാകട്ടെ, എന്ത് തീരുമാനമാകാമായിരുന്നു? നിങ്ങൾ നിങ്ങൾ കാണേണ്ടത് അത് സുപ്രീം കോടതിയുടെ മുൻപിൽ നമ്മൾ കൊടുത്തതാണല്ലോ. സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് പറയാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിധി അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ അഫിഡാവിറ്റ് നിൽക്കുന്നു പറയാൻ സാമാന്യ നിയമത്തെ കുറിച്ച് അടിസ്ഥാന ധാരണ ഒരാൾക്ക് പറ്റുമോ? അദ്ദേഹത്തിന് വ്യക്തത വരുത്തട്ടെ, ഓരോന്ന് ഏറ്റെടുക്കാം നമുക്ക്. നമ്മുടെ ഒരു ആവശ്യം സുപ്രീം കോടതി വെച്ചല്ലോ, സുപ്രീം കോടതി അംഗീകരിച്ചില്ല, നിങ്ങൾ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ ഇതിലേക്ക് പോകും എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പൊ പരിശോധിക്കില്ലെന്ന് സുപ്രീം കോടതി എന്ത് പറഞ്ഞു, ഇത് തിരുത്തണോ ഇല്ലയെന്നോ ഇപ്പൊ തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ വരട്ടെ. നമ്മൾ എന്തിനാ നിങ്ങൾ ഇത്തിരി സുവർണാവസരം വല്ലതും കിട്ടുമെന്ന് ചാരത്ത് എടുക്കപ്പെടണ്ട. ഇത് സംബന്ധിച്ച് ഭരണഘടനാപരമായിട്ടുള്ള വ്യാഖ്യാനത്തിന്റെ അതിവിപുലമായൊരു സാധ്യത സുപ്രീം കോടതി തുറന്നിട്ടിരിക്കുന്നു. അതിന് ഞാൻ മുഴുവനാക്കട്ടെ എന്ന്. ഇന്നിപ്പോ കൊടുക്കണ്ടല്ലോ, ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് കൊടുക്കണ്ടല്ലോ, ഞങ്ങൾക്കൊരു സമയമുണ്ടല്ലോ. ഈ ഭരണഘടനാ പ്രശ്നങ്ങൾ നേരെ നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുന്നതാണോ? ഞാൻ വായിച്ചില്ലേ? അത് വച്ചിട്ട് ഞങ്ങൾ നല്ല പരിശോധന നടത്തും, ചർച്ച നടത്തും. ഞങ്ങൾ എപ്പോഴും വിശ്വാസ സമൂഹത്തിന്റെ താല്പര്യങ്ങൾ, അതേപോലെ തന്നെ സാമൂഹിക പരിഷ്കരണ താല്പര്യങ്ങൾ, ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ടല്ലേ ഞങ്ങൾ അന്ന് അഫിഡാവിറ്റ് കൊടുത്തത്. ഞങ്ങളുടെ അന്നത്തെ അഫിഡാവിറ്റ് വളരെ കൃത്യമല്ലേ. നിങ്ങൾ ആ ഭാഗം 4ാമത്തെ പാരഗ്രാഫ് അന്ന് ഈ വിവാദങ്ങൾ വന്നപ്പോ എല്ലാ മാധ്യമങ്ങളും മറച്ചു വെച്ചു എന്നതല്ലേ യാഥാർത്ഥ്യം. ഏതാ അത് ഇതുമായിട്ട് എന്താ ബന്ധം? അത് നമ്മൾ കാണേണ്ടത് വനിതാ മതിലിന്റെ മുകളിൽ കൂടെയാണ് ആളെ കൊണ്ടു, അല്ലല്ലോ. ഇവിടെ കാണേണ്ടത് സുപ്രീം കോടതി എല്ലാം കേട്ടിട്ട് വിധി പ്രഖ്യാപിച്ചു. അതിന് സുപ്രീം കോടതി തന്നെ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അതിന് സുപ്രീം കോടതി തന്നെ പറഞ്ഞു റിവ്യൂ ചെയ്യുന്നതിന് മുൻപ് 7 പ്രശ്നങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്തണം. അതിനുശേഷമാണ് ഇത് പറഞ്ഞല്ലോ, ദ റിവ്യൂ പെറ്റീഷൻ വെർ അഡ്ജേൺ ടിൽ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ബൈ എ ലാർജർ ബെഞ്ച്. അതിവിശാലമായ ഒരു ബെഞ്ച്. ഇപ്പൊ ഇതിൽ ഓരോന്നിനും വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഇവര് വിധി വരികയാണ്. നമ്മളെല്ലാം പറയുന്നു PI സാധാരണ പൊതു താല്പര്യ ഹർജിയുടെ ലോക്കൽ സ്റ്റാൻഡിംഗ് വ്യത്യസ്തമാണ്, ഇതിങ്ങനെയാണ് എന്ന് തീരുമാനിച്ചാൽ പിന്നെ ആ കേസ് തന്നെ നിന്നിൽ പോവോ? ഈ കൊടുത്ത കേസ് നമ്മൾ ഗവൺമെന്റ് കൊടുത്ത കേസല്ലല്ലോ. അതിന്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് അറിയാലോ എവിടെന്നാ വന്നേന്നുള്ളത്. അപ്പൊ കേസ് നിൽക്കുവോ? അതല്ല, നമുക്ക് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസിനകത്ത് കോടതിക്ക് ഇടപെടാൻ അവകാശമില്ല എന്നാണ് നിലപാടെങ്കിൽ പിന്നെ തീർന്നില്ലേ? അതാണ് എന്ന് കോടതി പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നിലപാട് എടുക്കണ്ടേ? അപ്പൊ ഇത് നല്ല അവധാനതയോടുകൂടി പരിശോധിച്ച് ശരിയായ രൂപത്തിലുള്ള ഗവൺമെന്റിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കുക ഘട്ടത്തിൽ അത് ഗവൺമെന്റ് കൊടുക്കും. ഇതിലെ അതിനൊന്നും ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ ഒന്ന്. ഇത് കോടതി നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോടതിയിൽ സർക്കാർ പറയാൻ പോകുന്ന 7 പ്രശ്നങ്ങളിലല്ലേ, അത് ഞങ്ങൾ നന്നായി ചർച്ച ചെയ്യും. ഈ വരുന്ന അഭിപ്രായങ്ങൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ അഭിപ്രായങ്ങൾ തന്നെ ഉണ്ടല്ലോ. അഭിപ്രായം നിങ്ങൾ എന്താ പറയാത്തത്? ഞങ്ങൾ നേരത്തെ പറഞ്ഞ അഭിപ്രായം എന്താ? അത് വിധി വന്നോണ്ടില്ലെന്ന്. ഞാൻ നിങ്ങളോട് ഏഷ്യാനെറ്റും നിലപാട് സ്വീകരിക്കുന്നു. നാളെ സുപ്രീം കോടതി നിങ്ങൾ സംപ്രേഷണം ചെയ്യണ്ട, അതൊക്കെ വിളിക്ക് നിൽക്കട്ടെ എന്ന് തീരുമാനിക്കാൻ പറ്റും. ഞങ്ങളുടെ പഴയ നിലപാടാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. നേരത്തെ തന്നെ ഞങ്ങൾ എടുത്തൊരു നിലപാടുണ്ട്. അല്ല, സുപ്രീം കോടതി വിധി അപ്രസക്തമായത് ആരാ പ്രസക്തമാക്കിയേ? ഞങ്ങൾ പിന്തുണച്ചോടെയാണോ സുപ്രീം കോടതി വിധി വന്നതോടെയാണോ? സുപ്രീം കോടതി ലോ ഓഫ് ദി ലാൻഡ് അല്ലേ?
നിങ്ങൾ കാണേണ്ടത് എന്താ? ഞങ്ങൾ പോയിട്ട് ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കുകയാണ് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം, അല്ലല്ലോ. ഇതൊരു സംഘടന പോയി സുപ്രീം കോടതി പോകുന്നു. ആ സംഘടന പോയപ്പോ ഒരു വിധി വരുന്നു. അത് ഞങ്ങളുടെ അഫിഡാവിറ്റ് വളരെ വ്യക്തമായി തന്നെ 4ാമത്തെ പാരഗ്രാഫിൽ കൊടുത്തു. അതൊന്നും പരിഗണിക്കാതെ തന്നെ നിലപാട് സ്വീകരിച്ചു. നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയിലെ വിധിച്ച് ഞങ്ങളാണ്, ഗവൺമെന്റ് ഉത്തരവല്ലല്ലോ. ഞാൻ പറയട്ടെ, ഇത് ഞാൻ മുഴുവനാക്കട്ടെ. നിങ്ങൾ അസ്വസ്ഥമാകേണ്ടെന്ന്, സമയം ഇഷ്ടം പോലെ ഉണ്ട്. സുപ്രീം കോടതി ഉത്തരവ് വന്നു. ഉത്തരവ് വന്നപ്പോൾ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം സ്വാഗതം ചെയ്തു, BJP സ്വാഗതം ചെയ്തു. ഇതൊക്കെ നിങ്ങൾ മറന്നു പോകരുത്. അത് കഴിഞ്ഞ് സുവർണാവസരം വീണ് കിട്ടുന്നു എന്ന് വന്നപ്പോൾ ഉപയോഗിക്കാൻ ശ്രമിച്ചു. അതിൽ NSS തുടക്കം മുതൽ ഒരു സ്റ്റാൻഡായിരുന്നു. കോൺഗ്രസും BJPയും ഈ വിധിയെ പിന്തുണച്ച ഘട്ടത്തിലും NSSന്റെ സ്റ്റാൻഡ് വ്യത്യസ്തമായിരുന്നു. അത് നമ്മൾ കാണണം. ഇവര് പിന്നെ മലക്കം പറഞ്ഞ എന്താ? ഞങ്ങൾ നിലപാട് ഒരു സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ ഞങ്ങളുടെ ബാധ്യത തീർന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ കടുംപിടുത്തക്കാരാണ്, സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല എന്ന വ്യാഖ്യാനത്തിലേക്ക് ഞങ്ങൾ പോയില്ലല്ലോ. സുപ്രീം കോടതി റിവ്യൂ ചെയ്യുമ്പോഴും ഇത് സ്റ്റേ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ നിലപാട് എന്താ? റിവ്യൂ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ റിവ്യൂ വരട്ടെ. റിവ്യൂ ചെയ്യാൻ അല്ല, ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പറയുന്നതാരാ? ഇപ്പൊ സർക്കാർ പറഞ്ഞു ഈ ഭരണഘടനാ പ്രശ്നങ്ങൾ വന്നാലേ അതിലേക്ക് കിടക്കുള്ളൂ. അത് ക്ലിയർ ആവട്ടെ. അതെ, അങ്ങനെ നിക്കണ എങ്ങനെയാ? അവരവരുടെ നിലപാട് തുടർന്നുകൊണ്ടിരിക്കുന്നു. സർക്കാരിന്റെ നിലപാട് വളരെ കൃത്യമാണ്. സുപ്രീം കോടതി ഞങ്ങളെല്ലാം കൊടുത്ത അഫിഡാവിറ്റിൽ ആ ഭാഗം പരിഗണിക്കാതെ അവര് പ്രത്യേകമായി അമിക്കസ് ക്യൂറിയ വെച്ചു. അവര് ഒരു വിധിയിലേക്ക് എത്തി. 2, അതേ സുപ്രീം കോടതി തന്നെ ആ വിധി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. 3, സുപ്രീം കോടതി തന്നെ പറഞ്ഞു റിവ്യൂവിലേക്ക് എത്തുന്നതിന് മുമ്പ് 7 അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഗണിക്കണം. ആ പരിഗണിച്ചാൽ മാത്രമാണ് ഇതിന്റെ മറ്റ് വ്യാഖ്യാനങ്ങളിലേക്ക് പോവുള്ളൂ. അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് സുപ്രീം കോടതിക്ക് മുമ്പിലാ. സുപ്രീം കോടതി ഇപ്പൊ ഇന്ന് പറയാണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അടുത്ത ദിവസം വരണം. പ്രവേശനത്തെ അനുകൂലിക്കുന്നോ ഇല്ലയോ? അപ്പൊ ഞങ്ങൾ അപ്പൊ പറയും. ഞങ്ങൾ എല്ലാ വശവും പരിഗണിച്ചല്ലേ വരുള്ളൂ. ഞാൻ പറഞ്ഞ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അതിലല്ലോ ചോദിച്ചേക്കണേ. ഞാൻ പറഞ്ഞു നിങ്ങൾ കാണേണ്ട ഭാഗം നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ മറച്ചു വെച്ചൊരു ഭാഗം ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. നമ്മൾ കാണേണ്ട ഭാഗം, നിങ്ങൾ വിധി വായിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഈ ശബരിമല വിധി വായിച്ചിട്ടില്ലല്ലോ. അതിലേതെങ്കിലും ഒരു ഭാഗത്ത് സർക്കാരിന്റെ തീരുമാനമായതുകൊണ്ട് സ്ത്രീകൾ പ്രവേശിക്കട്ടെ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു സർക്കാരിന്റെ ഫസ്റ്റ് റെസ്പോണ്ടന്റിന്റെ ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് സുപ്രീം കോടതി ഇതാ സ്ത്രീ പ്രവേശനം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? 141 എന്താ? അപ്പൊ സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞു. അജിതേ, അതില് സുപ്രീം കോടതി അല്ലേ പറഞ്ഞത്? സുപ്രീം കോടതി വിധി വന്നാൽ സാധാരണ കാര്യങ്ങളുണ്ടല്ലോ. സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ സുപ്രീം കോടതി തന്നെ വച്ച വിധി അതിനകത്ത് ഒരു പുനഃപരിശോധന വേണമെന്ന് സുപ്രീം കോടതി തന്നെ കേസ് കേൾക്കുമ്പോൾ തീരുമാനിച്ചു. ആ കേസിനകത്ത് അവർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ അല്ലാണ്ട് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് വിധിയിലേക്ക് വന്നതല്ല. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളും ഇവരെല്ലാം പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ഉണ്ടല്ലോ. അതിന് നിങ്ങളുടെ ചോദ്യത്തിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ അഭിപ്രായം അനുകൂലിച്ചാലും ഇല്ലെങ്കിലും വരുന്ന വിധി ബൈൻഡിങ്ങാ. നിങ്ങൾ ചോദിച്ചെങ്ങനെ വെച്ചാൽ അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കി ബൈൻഡിങ്ങാ. 2, VS സർക്കാരിന്റെ കാലത്ത് എടുത്ത അതേ നിലപാടിൽ ഞങ്ങൾ പറഞ്ഞപ്പോ ഈ ഭാഗം അതിനകത്ത് പ്രധാനമായിരുന്നു.
പ്രധാനമായിരുന്നു. കാരണം ഇതൊക്കെയാണ് ഭരണഘടനാ തത്വങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അഭിപ്രായം ഒരു വിദഗ്ധർ, നല്ല ആഴത്തിൽ പാണ്ഡിത്യമുള്ളവർ അവർ പഠിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ കോടതി പഠിക്കേണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷെ ഇപ്പൊ കോടതി വീണ്ടും ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അത് വരട്ടെ. രണ്ട്, UDF സർക്കാരിന്റെ കാലത്ത് അഫിഡാവിറ്റിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ആ വിധിയെ എന്തിന് കോൺഗ്രസ് സ്വാഗതം ചെയ്തു? എന്തിനാ അവർ സ്വാഗതം ചെയ്തേ? എന്തിനാ BJP സ്വാഗതം ചെയ്തേ? എപ്പോഴവർ നിലപാട് മാറ്റിയ? പൊളിറ്റിക്കൽ അല്ലേ? ഞങ്ങൾ കോടതിയിൽ വന്നു, ഇപ്പൊ റിവ്യൂ ചെയ്തു, നല്ല അവധാനതയോടുകൂടി നിങ്ങൾ ഒന്നും ഉത്കണ്ഠപ്പെടേണ്ട, ഒരു സുവർണാവസരവും വീണ് കിട്ടാൻ ഇടയില്ല, നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ. എവിടെ? അല്ല, നമ്മളിപ്പോ കാണേണ്ട കാര്യം എന്താ? സുപ്രീം കോടതി ഞങ്ങൾക്ക് കുറച്ച് സമയം തന്നിട്ടുണ്ടല്ലോ. ആ സമയം നിങ്ങൾ ഞങ്ങൾക്ക് താ. ഞങ്ങളൊന്ന് ഈ ഭരണഘടനാ സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കണ്ടേ? നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, വെറുതെ ഒരു ഇത് കിട്ടുമെന്ന് കരുതി ആരും ഇപ്പൊ തന്നെ അടുപ്പത്ത് പാത്രം എടുത്ത് വെള്ളം ഒഴിക്കണ്ട. ആരും മാറ്റി വെച്ചാൽ മതി. അല്ല, എല്ലാ വാദങ്ങളും കഴിഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, അമ്മത്തെ അഫിഡാവിറ്റ് പോയി വിധി വന്നപ്പോന്ന്. അപ്പൊ ആ പറഞ്ഞതും പോയില്ലേ മറ്റേ വിധി വന്നപ്പോ? അല്ല, ആ വിധി വന്നപ്പോ അതും പോയില്ലേ? ഇപ്പൊ സുപ്രീം കോടതി ഞാൻ മനസ്സിലാക്കിയത് ഒരു ഭാഗം ഈ ഇത് സംബന്ധിച്ച് നമ്മളെയും കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ നോഡൽ ഇതായിട്ട്. നമുക്ക് നോക്കാം. അപ്പോ കോടതി തന്ന സമയം തരിക, നിങ്ങളും കാര്യങ്ങൾ മനസ്സിലാക്കുക, ആവശ്യമില്ലാത്ത വിവാദങ്ങൾ സൃഷ്ടിച്ച് പലരും അല്ല, നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് മാധ്യമങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഞാൻ പറയട്ടെ, എന്തെങ്കിലും ഇത് കേക്ക്, എന്തെങ്കിലും അല്ല, അങ്ങനെ ചോദ്യമായിരുന്നു സുപ്രീം കോടതി ഇന്ന് നമ്മുടെ മുമ്പിൽ ഫ്രെയിം ചെയ്ത് വന്നെങ്കിൽ നമുക്ക് ആ സമയത്ത് അത് തന്നെ പറയാമായിരുന്നു എന്താണെന്നുള്ളത്. ഇപ്പോ അത് അല്ല, നിങ്ങളൊരു വഴിയിലേക്ക് പോകുമ്പോ ഈ വഴി കിടന്നാലേ അങ്ങോട്ട് എത്തുള്ളൂ. അല്ല, ആദ്യം അവിടെ ചെല്ലാൻ പറ്റില്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ കോടതി എന്ത് ചെയ്യണം? ഇതൊക്കെ കോടതി സമയം കളയണോ? നിങ്ങൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ ഇത് ചോദിച്ചാൽ ഇതിലേക്ക് എത്തുള്ളൂ. എല്ലാവരും എത്തിച്ചേർന്നു. ഞങ്ങളുടെ അഫിഡാവിറ്റ് എന്തായിരുന്നു? ഈ പറഞ്ഞ ഭാഗം കഴിഞ്ഞാൽ ഭരണഘടനയുടെ തുല്യതയാണല്ലോ. എന്നാൽ അതിൽ സുപ്രീം കോടതി വളരെ ആധികാരികമായി പറഞ്ഞ ഭാഗം അതാണ്. പക്ഷെ ഇപ്പൊ സുപ്രീം കോടതി പരിശോധിക്കാൻ പോകുന്നത് 25-26 മതവിശ്വാസത്തെ സംബന്ധിച്ചുള്ളതും തുല്യതയെ സംബന്ധിച്ചും ഇത് ഇപ്പുറത്ത് അപ്ലിക്കബിൾ ആണോ? മതവിശ്വാസവും ആചാരവും സംബന്ധിച്ച കാര്യങ്ങളിൽ കോടതിക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? അതോ ആ വിഭാഗങ്ങൾക്ക് വിട്ടുകൊടുക്കണോ? ഈ ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യേണ്ടി വരും. അത് ചെറിയ കാര്യമല്ല, കുറച്ച് സമയമെടുക്കും. അതല്ലേ ഞാൻ പറഞ്ഞ, വിധി റിവ്യൂവിൽ സ്റ്റേ ചെയ്തിട്ടില്ല, ഞങ്ങൾ അതൊന്നും നിന്നില്ലല്ലോ. അല്ല, അതേ കോടതി തന്നെ റിവ്യൂ ചെയ്യാൻ തീരുമാനിക്കും. ഇപ്പൊ നമ്മൾ ആന്റിസിപ്പേറ്ററി ബൈൻഡ് സാധാരണ പറയണ പോലെ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിവ്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നു. റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ വിശാലമായി ബെഞ്ചിന് വിടുന്നു. ആ ബെഞ്ചിൽ ഫ്രെയിം ചെയ്ത ക്വസ്റ്റ്യൻസ് വരുന്നു. ആ ബെഞ്ച് ഇപ്പൊ മാറിക്കൊണ്ടാണ് ഇപ്പൊ വീണ്ടും വന്നത്, കുറച്ചുപേര് പോയല്ലോ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ? ആ ബെഞ്ചിന്റെ ഇത് വരട്ടെ. സുപ്രീം കോടതി വളഞ്ഞു പോയോണ്ടാന്നാ നിങ്ങൾ കാണേണ്ട എന്താ? ഞാൻ ഒറ്റ ഒറ്റ കാര്യം, സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന സർക്കാരിന്റെ ഒരു ഉത്തരവ് ഇറക്കിയിട്ട് ആ ഉത്തരവാണ് പ്രശ്നം ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോക്കാം. ഇത് സുപ്രീം കോടതി, ഞാൻ പറയട്ടെ, സുപ്രീം കോടതി വിധി ഇറക്കി. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നിലപാട് വന്നു. സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. റിവ്യൂ ചെയ്യുമ്പോൾ അടിസ്ഥാന 7 പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തിട്ട് റിവ്യൂയിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിലുള്ള പ്രയോറിറ്റി എന്താ?
ഈ 7 പ്രശ്നങ്ങൾ വെക്കണം. നിങ്ങൾക്ക് എന്താ പ്രയോറിറ്റി? ഞങ്ങളുടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അതിൽ നിന്ന് കൊയ്തെടുക്കാൻ, ഒരു പരിസരം സൃഷ്ടിക്കാൻ അപ്പുറത്ത് വേറൊരു പ്രയോറിറ്റി ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പറയാണ് ഒറ്റ മിനിറ്റ് കൊണ്ട് തീരുമാനിക്കാം. ഒറ്റ മിനിറ്റ് കൊണ്ട് തീരുമാനിച്ചാൽ സുപ്രീം കോടതി അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം തീരുമാനമാകുമോ? അല്ല, പുനഃപരിശോധിക്കില്ലേ ഇപ്പോ? അല്ല, അതല്ലല്ലോ പ്രശ്നം. നമ്മളിപ്പോ ഞാൻ പറഞ്ഞ ഹൈപ്പോത്തറ്റിക്കൽ അല്ലല്ലോ. ഒരു ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കുക? ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോൾ വാചകമേള പോലെ പറ്റില്ലല്ലോ. ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ മുൻപിൽ ഞങ്ങൾ പറയേണ്ട പ്രശ്നങ്ങൾ എന്താ? ഇപ്പൊ ഞങ്ങളോട് പറയാണ് സുപ്രീം കോടതി, നിങ്ങൾ പ്രവേശനത്തിന് അനുകൂലമോ ഇല്ലയോ? അപ്പൊ ഞങ്ങൾക്ക് പറയും, ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങളല്ല പറയേണ്ടത്, ഗവൺമെന്റ് അല്ലാതെ പറയേണ്ടത്. പറയേണ്ടത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും സാമൂഹിക പരിഷ്കരണത്തിൽ നല്ല റെക്കോർഡുള്ള ആളുകളും ഉള്ള ഒരു കമ്മീഷൻ നിയോഗിച്ച് അവരുടെ അഭിപ്രായമാണ് പരിഗണിക്കേണ്ടത്. ഗവൺമെന്റ് അല്ല പറയേണ്ടത്, ഞങ്ങൾ നേരത്തെ പറഞ്ഞു. അല്ല, നോക്കട്ടെ, നീ പറഞ്ഞ അല്ല, ഇതല്ലല്ലോ ഞങ്ങൾ. അല്ല, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അല്ല, ഞാൻ പറയുന്നത് എന്താ, ഞങ്ങൾ സുപ്രീം കോടതിയിലല്ല പറയണ്ടേ. സുപ്രീം കോടതി പറയുമ്പോൾ ഈ 7 പ്രശ്നങ്ങളെ കുറിച്ചും നന്നായി ആലോചിച്ച് എല്ലാ വശങ്ങളും നോക്കി നിങ്ങൾക്കൊന്നും ഒരു സുവർണാവസരം കിട്ടാത്ത രൂപത്തിലുള്ള അഭിപ്രായം പറയും. അതുവരെ നിങ്ങൾ ക്ഷമിക്കുക. വേദനിപ്പിക്കണം, തലക്കിട്ടിടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങൾ എന്തിനു വേദനിപ്പിക്കുന്ന ഉത്തരവാദിത്വം? ഞങ്ങളുടെ വിശ്വാസിയുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണല്ലോ ഞങ്ങൾ. ഏത് വിശ്വാസമാണോ ആ വിശ്വാസത്തിനൊപ്പം നിൽക്കും. അതാണല്ലോ. അല്ല, സുപ്രീം കോടതി അല്ല, നിങ്ങൾ ഈ സുപ്രീം കോടതിയും അതിന്റെ വിധിയും കാണാതെയുള്ള നേരത്തെ നിങ്ങൾ പറഞ്ഞ എന്താ? അല്ല, അവിടെ വേറൊരു വശം ഉണ്ടായി. ഏത്? അതെന്താ ആരെ സംഘടിപ്പിച്ചതെന്ന് സമൂഹത്തിന് മുൻ അതാണ് ഇപ്പൊ സുപ്രീം കോടതി ചോദിക്കുന്നത്. സുപ്രീം കോടതി ഇപ്പൊ പരിശോധിക്കുന്നത് അത് സംബന്ധിച്ച് 14 ഇവിടെ ബാധകമാണോ? ഇത് ഞങ്ങളൊന്ന് ചർച്ച ചെയ്യട്ടെ. ഭരണഘടനാപരമായ വശം നോക്കിയിട്ട് ഏതാണെന്നുള്ള നല്ല അഭിപ്രായങ്ങൾ സുപ്രീം കോടതിയുടെ മുൻപിൽ കൊടുക്കും. ആവശ്യത്തിന് സമയമുണ്ട്. അവധാനതയോടുകൂടി തന്നെ കാര്യങ്ങൾ പരിശോധിച്ച് നിലപാട് സ്വീകരിക്കും. അല്ല, അതൊന്നും നിങ്ങൾ സർവേ നടത്തുന്ന പോലെ സർവേ നടത്തിയിട്ടുള്ള കാര്യമല്ലല്ലോ. ഇത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഇഷ്യൂസ് അല്ലേ ഞങ്ങൾ പറയണ്ടേ, 7 എണ്ണം. ഇത് നിങ്ങളുടെ ഒരു ചർച്ചയിൽ, ന്യൂസ് അവർ ചർച്ചയിൽ അങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന പോലെ തീരുന്ന പ്രശ്നമല്ലത്. ഞങ്ങൾ നല്ല ഗൗരവമായി നോക്കി. അല്ല, മനുഷ്യങ്കര ഇത് പറഞ്ഞൊരു ഭാഗം ഇന്നത്തെ കേരളത്തിൽ വളരെ പ്രസക്തമാണ്. അതെന്താന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ ഒന്ന്, ആദ്യ ഭാഗം നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദരിദ്രർക്ക് തങ്ങളുടേതാണ് ഈ രാഷ്ട്രം എന്ന് തോന്നണം, അവരുടെ ശബ്ദം കേൾക്കണം. ഇതാണ് ഗാന്ധിയുടെ സ്വപ്നം. ആ ഗാന്ധിയുടെ സ്വപ്നം നടപ്പിലാക്കിയ ഏക സംസ്ഥാനം കേരളമാണ്. അതിനർത്ഥം കോൺഗ്രസിൽ ഇപ്പോഴും തുടരുന്ന ഗാന്ധിയന്മാർ അവരിത് മനസ്സിലാക്കി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കണം എന്നുള്ളതാണ്. കോൺഗ്രസും ഗാന്ധിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതായിരിക്കുന്നു എന്ന് മണിശങ്കരയ്യർ വ്യക്തമാക്കി. അപ്പൊ ഗാന്ധിയെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഇനി കോൺഗ്രസിൽ ഉണ്ടെങ്കിൽ അവരെടുക്കേണ്ട നിലപാട് ഈ ബാറ്റൻ കൊണ്ടുപോകുന്ന ഏക മുഖ്യമന്ത്രി ശ്രീ പിണറായിയാണെന്ന് മണിശങ്കരയ്യർ വ്യക്തമാക്കി. പഞ്ചായത്ത് രാജ് മാത്രമല്ല, ഗാന്ധിയുടെ സ്വപ്നം, ബാക്കി എല്ലാവരും അത് കൈയൊഴിഞ്ഞു. അപ്പൊ യഥാർത്ഥ ഗാന്ധിയന്മാർ, ഇപ്പൊ ഞങ്ങളാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഗാന്ധിയന്മാർ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് മനസ്സിലാക്കി ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിൽക്കുക എന്ന ചരിത്ര ദൗത്യം ഗാന്ധിയോട് ചേർത്ത് വെച്ച് നിർവഹിക്കാം എന്നാണ്
മണിശങ്കർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, കോൺഗ്രസിൽ ഗാന്ധിയെ സ്നേഹിക്കുന്നത് മണിശങ്കർ എന്തിനാ അത് ഇവർക്ക് പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തെ ആദ്യം സസ്പെൻഡ് ചെയ്ത് മോദിക്കെതിരെ പറഞ്ഞിട്ടാണ്, ആണല്ലോ. പിന്നെ അദ്ദേഹത്തെ തിരിച്ചെടുത്തായിട്ടാണ് നമ്മൾ മാധ്യമങ്ങൾ കണ്ടത്, തിരിച്ചെടുത്തായിട്ട് കണ്ടു. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? അതിദരിദ്രം ഇല്ലാതായില്ലേ? നമ്മുടെ നിലപാട് 5 ലക്ഷം വീട് 24-ാം തീയതി പൂർത്തീകരിക്കുകയല്ലേ? ആദ്യമായി കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം സൗജന്യമാക്കിയില്ലേ? പെൻഷൻ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കുകയും ചെയ്തില്ലേ? അപ്പൊ ദരിദ്രരുടെ ശബ്ദം കേൾക്കണം എന്ന മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാട് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് ഇടതുപക്ഷമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ കേരളത്തിൽ കോൺഗ്രസിൽ തുടരുന്ന തീവ്ര വലതുപക്ഷത്തിന് നേതൃത്വത്തിലുള്ള കോൺഗ്രസിൽ തുടരുന്ന ആളുകൾ ഗാന്ധിയെ ഇപ്പോഴും സ്നേഹിക്കുന്നുവെങ്കിൽ ഇപ്പോഴത്തെ കോൺഗ്രസ് ഗാന്ധിയെ മറന്നിരിക്കുന്നു. ഗാന്ധി ഘാതകരമായിട്ട് പോലും കേരളത്തിൽ ധാരണയുണ്ടാക്കാൻ മടിക്കാത്തവരാണ്. അത് മനസ്സിലാക്കി മണിശങ്കരെ പോലുള്ള അയ്യരെ പോലെയുള്ള ആളുകൾ പറഞ്ഞ കാര്യം ഉൾക്കൊണ്ട് ഇടതുപക്ഷത്തൊപ്പം നിൽക്കുക. അവര് ഗാന്ധിയെ കൈയൊഴിഞ്ഞ ഒരു കൂട്ടമായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. അല്ല, ചെന്നിത്തല കത്തയച്ച് എല്ലാവരും ആവേശപൂർവ്വം തന്നെ വന്നല്ലോ. എന്നുവെച്ചാൽ കേരളം എന്നുള്ള ലോകത്തിന് മുൻപിൽ എങ്ങനെ മാറുന്നു ഇതിപ്പോ എല്ലാവർക്കും അറിയാലോ. ഏതെല്ലാം തരത്തിൽ മാറ്റപ്പോ ചിലര് പറഞ്ഞില്ലേ ഭരണത്തുടർ, ഞാൻ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചു. ആ നെഗറ്റീവ് പോയി. കാരണം ബംഗാളിൽ ഇടതുപക്ഷത്തൊന്ന് തിരുത്താൻ വേണ്ടിയാണെന്നുള്ള പറയണത്. അപ്പൊ തിരുത്താൻ വേണ്ടി രംഗത്തിറങ്ങിയവർക്ക് തിരുത്താനുള്ള സമയം കഴിഞ്ഞല്ലോ. തിരിച്ചെന്താ ഇടതുപക്ഷത്തെ കൊണ്ടുവരാൻ വലിയ മുന്നണി ഉണ്ടാക്കാത്തത്? ഇപ്പൊ കേരളത്തിൽ ഇടതുപക്ഷത്തെ തിരുത്താൻ തുടർച്ച വേണ്ട എന്ന് പറയുന്ന എല്ലാവരും ആവേശ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അടുത്ത ഇലക്ഷനിൽ ഇടതുപക്ഷം തന്നെ വരണം എന്ന് പറഞ്ഞ് വലിയ തോതിൽ വരുമോ? ബംഗാളിൽ അനുഭവമില്ലേ? ബംഗാളിന്റെ അനുഭവത്തിൽ തുടർച്ച ഇല്ലാതാക്കാൻ ഇടതുപക്ഷത്തിന് ഷോക്ക് ട്രീറ്റ്മെന്റ് തിരുത്തണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആളുകൾ ഇപ്പൊ അവിടെ നിൽക്കുന്നു. വിശാല കൂട്ടുകെട്ട് ഇത്ര കഴിയുമ്പോൾ ഇനി ഇടതുപക്ഷം ഇതാ വീണ്ടും വരട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും വന്നില്ലല്ലോ. അപ്പൊ ഇത് ഈ നരേറ്റീവുകാർക്കുള്ള മറുപടിയാണ് മണിശങ്കരയ്യർ നൽകിയിട്ടുള്ളത്. കേരളം ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾ ജനപക്ഷത്ത് നിൽക്കുന്ന ഏക ഭരണ സംവിധാനമാണെന്ന് കോൺഗ്രസിനകത്തുള്ള ആളുകളും സമ്മതിക്കുന്നു. അപ്പൊ യഥാർത്ഥ ഗാന്ധിയന്മാർ കോൺഗ്രസിലുണ്ടെങ്കിൽ അവര് ഈ തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള കോൺഗ്രസിനെ കൈയൊഴിഞ്ഞ് ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് കുറെ കൂടി 100ക്ക് മേൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. അതിങ്ങനെ ആലോചിച്ചിട്ടുള്ള ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞ് ഭാഗം കഴിഞ്ഞില്ലേ? ഏതാ? ആ അല്ല, 2000 കൊടുത്തത് മോശമാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അല്ല, 2000 കൊടുത്തത് മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ സ്ത്രീകൾ 35 വയസ്സിന് 60 വയസ്സിനിടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ വന്നുകൊണ്ടിരിക്കില്ലേ മഞ്ഞ പിങ്ക് കാർഡ്? നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടതായിട്ട് അറിഞ്ഞോ? അത്രയും ഒരു സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഇപ്പോ വാർത്തിപ്പോ അല്ല കൊടുത്തോടത്തോളം നല്ലത്. ഞാൻ പറഞ്ഞ ആദ്യമായിട്ടല്ലേ ഇപ്പൊ നമ്മൾ ഒരു തമിഴ്നാട്ടിൽ 5000 രൂപ ഇത് ഒറ്റയടിക്ക് സ്റ്റാലിൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ വായിച്ചപ്പോ വിചാരിച്ചു 5000 ഇട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടാവും. അല്ല, 1000 കുടിശ്ശികയും ബാക്കി അടുത്ത മാസത്തേക്ക് എന്തെങ്കിലും തടസ്സം തെരഞ്ഞെടുപ്പിലുണ്ടെങ്കിൽ അതുകൂടി മുൻകൂട്ടി കണ്ടിട്ട് തലക്കെട്ട് എങ്ങനെയാ? നമ്മളെങ്ങനാണെങ്കിലോ ഇപ്പൊ മണിശങ്കർ അയ്യർ ഇപ്പോ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാള് അദ്ദേഹം പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് എല്ലാ ദിവസവും ന്യൂസ് അവർ ചർച്ച, 1-ാം പേജ്, സൺഡേ സപ്ലിമെന്റ്. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, എന്നാലും വിടില്ല. എന്നാൽ മണിശങ്കരെ പോലുള്ള ഒരാള് ഇത്രയും പരിണിതപ്രജ്ഞനായ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന നേതൃനിരയിലുണ്ടായിരുന്ന മന്ത്രിയായിരുന്ന ഒരാൾ ഇതേപോലെ പ്രസ്താവന നടത്തിയിട്ട് ഇന്നലെ തിരക്കുകാരന് യാത്രയിലായതുകൊണ്ട് ഞാൻ കണ്ടില്ല. ന്യൂസ് അവറിൽ എല്ലാവരും പോലെ ചർച്ച ഉണ്ടായോ? ന്യൂസ് അവറിൽ മറ്റേ ചർച്ച തുടർച്ച വേണ്ടെന്ന് എത്ര ദിവസം ചർച്ച ചെയ്തു നിങ്ങൾ? അല്ല, ഞാൻ ചോദിച്ചതല്ല. ഈ മണിശങ്കരെ പോലൊരാൾ, കോൺഗ്രസിന്റെ മേധാവായ ഒരാൾ, പിണറായി സ്തുതി എന്നുള്ളതല്ലത്. മഹാത്മാഗാന്ധിയുടെ ദർശനം പിന്തുടരുന്ന ഇന്ത്യയിലെ ഏക സർക്കാർ കേരളത്തിലേതാണ്.
ഇടതുപക്ഷ സർക്കാരാണ്. അതുകൊണ്ട് എന്റെ പാർട്ടി കൈയൊഴിഞ്ഞ ബാറ്റൻ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി അങ്ങ് ഏറ്റെടുക്കൂ എന്ന് മണിശങ്കരയിൽ പറഞ്ഞപ്പോ അത് ചർച്ച ചെയ്ത 3 ദിവസം ന്യൂസ് അവർ ചർച്ച ചെയ്തു. ഒരു ദിവസം ഞങ്ങൾക്ക് അതും വെച്ച് തരണ്ടേ? അത്രേ ഉള്ളൂ. ഒരു ന്യൂസ് അവർ വെക്കുന്ന അജിത. അല്ല ഇത് പറ നിങ്ങ അതിപ്പോ അദ്ദേഹം പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത് വളരെ പ്രസക്തമായ ചോദ്യമല്ലേ. ഒന്നാം പേജ് ലീഡ്, അതിനുശേഷം ഇപ്പൊ സ്വർണത്തിന്റെ തന്നെ പോകുന്നില്ലേ, കൊടിമരം നിങ്ങൾ വിട്ടോ? കോൺക്രീറ്റ് എങ്ങനെ തുരുമ്പ് പിടിച്ചു, അല്ല ചെതലരിച്ചു, തുരുമ്പ് പിടിച്ച ചെതലരിച്ചു, നിങ്ങൾ വിട്ടോ? ആ 2 കോടി എങ്ങനെ കറങ്ങി നടക്കണു, നിങ്ങൾ വിട്ടോ? അപ്പോ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ നമ്മുടെ നാട് നന്നാവാൻ നിങ്ങളും കൂടി സഹകരിക്കുക. അല്ല ഞാൻ പറഞ്ഞ മറ്റെല്ലാം വിട്ടല്ലോ. അല്ല അതിപ്പോ ആദ്യം വായിക്കുമ്പോ തന്നെ, വാർത്ത വായിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ അതെങ്ങനെയാണോ എസ്റ്റിമേറ്റ്, എങ്ങനെ സാധാരണ എങ്ങനെയൊക്കെ ഞാൻ നല്ല വിസ്തീരിച്ചതാ. ഇപ്പോഴത്തെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ മാധ്യമ പ്രവർത്തകർ കിട്ടുന്ന വാർത്തകൾ വസ്തുതാപരമാണോ ആധികാരികമാണോ എന്നൊരു പ്രാഥമിക പരിശോധന നടത്തിയിട്ടാണ് കൊടുക്കുക. ഇപ്പൊ കിട്ടുന്നതിൽ എരിവും പുളിയും കൂടി ചേർത്തിട്ട് ആരാദ്യം എന്ന മട്ടിൽ വിളമ്പിക്കൊണ്ടേയിരിക്കുമ്പോ സത്യം ഇല്ലാതാവുകയും നുണകളുടെ ആഘോഷം വളരെ നന്നായി നടക്കുകയും ചെയ്യുന്നു. മാധ്യമ പ്രവർത്തകർക്ക് അപ്പൊ ചോദിക്കും നോക്കിയിട്ട്. ഇപ്പൊ ഹൈക്കോടതിയുടെ മുമ്പിൽ, നല്ല ചോദ്യമാണ്, ഹൈക്കോടതിയുടെ മുമ്പിൽ സീൽഡ് ഇട്ട കവറിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് അങ്ങനെ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ എന്തിനാ ഈ നിയമസഭയിൽ പണിമുടക്കിയത്? പണിമുടക്കിനെതിരായിരുന്നല്ലോ. പണിമുടക്ക് അശാസ്ത്രീയമായെന്ന് പറഞ്ഞ ആളുകളാണ് എല്ലാ ദിവസവും ഒപ്പിട്ടിട്ട് പണിമുടക്കിക്കൊണ്ടിരുന്നത് 2 ആഴ്ച. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഹൈക്കോടതിയുടെ മുമ്പിൽ സീൽഡ് ഇട്ട കവറിൽ കൊടുത്തത് നിങ്ങൾ എന്തേ വിശ്വസിക്കാതിരിക്കണം ഇപ്പോഴും? എന്നിട്ട് നിങ്ങൾ എഴുതുന്ന ഈ അന്വേഷണത്തിൽ ഇപ്പോഴും പ്രശ്നമുണ്ട്, സമ്മർദ്ദമുണ്ട്. ഹൈക്കോടതി തന്നെ വിധിയിൽ പറയുന്നു അന്വേഷണം വളരെ ശരിയായ രൂപത്തിലാണ്, സുതാര്യമാണ്. ഇത് എഴുതി കൊടുത്തത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും എന്ന് പറയുന്ന അതേ ആളുകൾ ആധികാരികമായ ഹൈക്കോടതി വിധി പോലും വിശ്വസിക്കാതെ വാർത്തകൾ ചമയ്ക്കുമ്പോൾ എന്താ? അല്ല ഹൈക്കോടതി പറയട്ടെ. ഞാൻ പറഞ്ഞത് എന്താ, ഹൈക്കോടതിയിൽ സീൽഡ് കവറിൽ കൊടുക്കുന്നു. സീൽഡ് കവറിൽ കൊടുക്കുന്ന കാര്യങ്ങൾ ഹൈക്കോടതി ഞങ്ങളുടെ മുമ്പിലേ വരുന്നില്ല. ഹൈക്കോടതി അത് പരിശോധിച്ചിട്ട് പറയുന്നു ഏറ്റവും ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നു. അപ്പൊ ഗവൺമെന്റ് അത് എടുക്കുള്ളൂ. ഓഡിറ്റർ കൊടുക്കുന്നു, ഹൈക്കോടതി പറയട്ടെ ഓഡിറ്റർ കൊടുത്തത് ശരിയാണ്, ഇതാണ്, അപ്പൊ നമുക്ക് അത് നോക്കാം. സാധാരണഗതിയിൽ ഒരു ഓഡിറ്റ് എങ്ങനെ നടക്കുക? നിങ്ങളുടെ സ്ഥാപനമാകാം, ഏത് സ്ഥാപനമാകാം, ഒരു ഓഡിറ്റർ വെച്ചാൽ ഓഡിറ്റർ കണക്ക് നോക്കും, വൗച്ചർ നോക്കും, ലെഡ്ജർ നോക്കും, ഒത്തു നോക്കിയിട്ട് എന്തെങ്കിലും കുറി ഉണ്ടെങ്കിൽ സ്ഥാപനത്തിന് കൊടുക്കും, സ്ഥാപനം മറുപടി കൊടുക്കും, മറുപടി കൊടുത്തിട്ട് ഒത്തു വരാത്തതുണ്ടെങ്കിൽ അത് പ്രത്യേകം അതിന്റെ ഒബ്സർവേഷൻ ആയിട്ട് എഴുതും. ഇതല്ലേ? അല്ലാതെ ഏതെങ്കിലും കുറിയിൽ മുഖ്യമന്ത്രിക്ക് കട്ടിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇതിൽ എഴുതിയോ? നിങ്ങൾ എന്തെല്ലാം വ്യാഖ്യാനം കൊണ്ടുപോകുന്നു. പിന്നെ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഏതെങ്കിലും ബികോം പോലും പഠിക്കേണ്ട 12ാം ക്ലാസ്സിൽ കോമേഴ്സ് പഠിച്ച ആളുകൾ നോക്കിയാൽ അറിയാലോ ഇങ്ങനെയൊന്നും നല്ലൊരു എസ്റ്റിമേറ്റിൽ അതിന്റെ റിപ്പോർട്ട് വരാന്നുള്ളത്. അപ്പൊ ഇതാണ്. അപ്പൊ മാധ്യമ പ്രവർത്തനം എന്ത് ചെയ്യണം? ഈ ഓഡിറ്ററുടെ നിലപാട് സംശയാസ്പദം, ഇതല്ലേ ശരിക്കും പറയേണ്ടത്. വസ്തുതാപരമാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് എന്താ? ഓഡിറ്ററുടെ നിലപാട് സംശയാസ്പദം. പ്രാഥമിക പാഠങ്ങൾ പോലും പഠിച്ചിട്ടുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അല്ല അപ്പോ ഓഡിറ്റർ, ഇങ്ങനെ ഒരു ഓഡിറ്റർ വച്ചത് ശരിയാണോ? അതും ചോദിക്കാൻ നിങ്ങൾക്ക്. അല്ല ഞാൻ നിങ്ങളുടെ 2 ഇരട്ടത്താപ്പ് ഞാൻ പറഞ്ഞേ. ആദ്യത്തെ നിങ്ങൾ പറഞ്ഞു കോടതി കൊടുത്തുകൊണ്ടെടുക്കുക, മറ്റേ ഞാൻ പറഞ്ഞപ്പോ നേരെ തെന്നി. ഞാൻ കണ്ടത് അത് നോക്കാം, കോടതി പറയട്ടെ, കോടതി മുമ്പിലുണ്ടല്ലോ. എൻറ്റയർലി ഡിഫറെന്റ്. ആണോ കൊടുക്കുന്നത്? നിങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല കോടതിയിൽ എന്താ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഉത്തരവ് പുറത്തു വരുന്നതിനാണോ നിങ്ങൾ നിൽക്കുന്നത്?
അങ്ങനെയാണെങ്കിൽ അന്വേഷണത്തിൽ ഈ പ്രതിപക്ഷം നടത്തുന്ന സമരം ഹൈക്കോടതിക്കെതിരെ നിങ്ങൾ എഴുതണ്ടേ? അല്ല, അത് അവർ പരിശോധിക്കട്ടെ. ഞാൻ പറഞ്ഞ ഭാഗം അത് ഒറ്റനോട്ടത്തിൽ തന്നെ ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ് ഇത് വായിക്കുമ്പോൾ. ആ പ്രാഥമിക തത്വം ബാക്കിയെല്ലാം ദേവസ്വം മന്ത്രി വിഷയം എന്റെ വകുപ്പിൽ പെടുന്നില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഈ നിർമ്മിതികൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രത്യേക സംവിധാനമുണ്ട്. ഒരു ദിവസം എന്ത് വേണം നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ അറിയാതെ തന്നെ അതിന്റെ പതാകവാഹകരായിട്ട് പോകുന്നു എന്നതാണ് ഇന്നത്തെ പ്രൊപ്പഗൻഡ മിഷണറിയുടെ പ്രത്യേകത. അപ്പൊ പ്രത്യേകിച്ച് മത്സരാധിഷ്ഠിതമായ ഒരു മാധ്യമങ്ങളായതുകൊണ്ട് അവർ കൊടുത്തുപോയി നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഒരു അപകടമാവുന്ന ഡെസ്കിൽ നിന്ന് വിളി നിങ്ങൾക്കും വരും. സ്വാഭാവികമായിട്ട് നിങ്ങൾ എടുത്ത് ആഘോഷിക്കും. ഒരു ദിവസം ആയുസുള്ളതാണ് മിക്കവാറും ഇത്തരം വാർത്തകളിൽ നിന്ന് കണ്ടുകൊള്ളണം. അല്ല, അവർ തന്നെ വ്യക്തമാക്കിയല്ലോ. ഞാൻ വായിച്ചെന്താ, അവരെ വിളിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ നമ്മളൊരു പരിപാടിക്ക് വിളിക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെ എസ്റ്റിമേറ്റ് അവരുടെ ആയിരിക്കും. ചിലപ്പോൾ പിന്നെ വിളിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതലുള്ള ആളുടെ ആയിരിക്കും. അപ്പൊ ഇവരെന്താ സാധാരണ ചെയ്യുക? ഈ നന്ദഗോവിന്ദത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വോച്ചർ ഉണ്ടോ നോക്കില്ലേ? ആ വോച്ചർ ഒപ്പിട്ടുണ്ടോ നോക്കില്ലേ? ലെഡ്ജറിലുണ്ടോ നോക്കണ്ടേ? ഇതൊന്നും അവർ നോക്കിയിട്ടില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പം. നിങ്ങൾ അന്വേഷണ കുതുകികളായ പത്രപ്രവർത്തകരാണെങ്കിൽ ഈ റിപ്പോർട്ടിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തിയേനെ. ഞങ്ങൾ അല്ല, CAG റിപ്പോർട്ട് വായിച്ചറിയാം. അതിന്റെ കുറി ഏതാണ്? അല്ല രണ്ട് അല്ല നിങ്ങൾ CAG റിപ്പോർട്ട് നോക്കുന്ന ആളുകളാണെങ്കിൽ അറിയാലോ അതെന്തൊക്കെയാണ്, കുറി എന്തായിരുന്നു, അതിന്റെ വിസ്തീർണം അതെല്ലാം മാറ്റിയിട്ടല്ല CAG ആദ്യം ഡ്രാഫ്റ്റ് കൊടുക്കും. അതിനകത്ത് നമ്മൾ കുറി കൊടുക്കും. ചിലപ്പോൾ നമ്മൾ കൊടുത്തത് CAG ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ആ ഭാഗത്ത് ഞങ്ങൾക്ക് വ്യത്യസ്തം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിയമസഭയെ കൊണ്ടുവരും, അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട്സ്. ഇതൊരു പ്രോസസ്സാണ്. ഓക്കെ, ഇന്ന് ഇത്രയും മതി.